റോമില് ക്ലെമന്റൈൻ ബസിലിക്ക എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ബസിലിക്കയുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് അതിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന കെട്ടിടം. അതിൻ്റെ ഒരു മനോഹാരിത, നമ്മൾ ആ ബസിലിക്കയിൽ കയറി കഴിയുമ്പോൾ അവിടെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ താഴേക്ക് നമുക്ക് പോവാം. അതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ലെയർ ഉണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കും, 4-ാം നൂറ്റാണ്ടിൽ പണിത മറ്റൊരു പള്ളിയുണ്ട് അവിടെ. അത് കഴിഞ്ഞ് അതിൻ്റെയും താഴെ വേറൊരു കെട്ടിടവും കൂടിയാണ് ഉണ്ട്. അത് 1-ാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ഒരു പ്രഭുവിന്റെ വീടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കുടുംബം, അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥലം ദൈവാരാധനയ്ക്കായിട്ട് വിട്ടുകൊടുത്തു. പിന്നീട് ആ സ്ഥലത്ത് തന്നെ അവരൊരു ബസിലിക്ക പണിതു. ആ ബസിലിക്ക തകർന്നു കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് 11-ാം നൂറ്റാണ്ടിൽ പണിതു. അങ്ങനെ വലിയൊരു ചരിത്രം പേറുന്ന റോമിലെ എല്ലാ സഞ്ചാരികളുടെയും ശ്രദ്ധയാകർഷിക്കുന്ന മനോഹരമായ ഒരു ദേവാലയമാണത്. അത് കാണുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, സഭയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രമാണത്. ഒരു കുടുംബത്തിൽ ആരംഭിച്ച് ഒരു കുടുംബത്തെ അടിസ്ഥാനമാക്കി വളരുന്ന ഒരു സമൂഹം. ഈ സഭയുടെ കുടുംബാനുഭവം അത് എത്രമാത്രം നമ്മൾ ജീവിക്കുന്നോ അത്രയും നമ്മുടെ സഭാ സമൂഹങ്ങൾ ശക്തമായിട്ട് പോകും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ ഒരു കുടുംബാനുഭവം പൊതുസമൂഹത്തിന് മനസ്സിലാകണമെന്നുമില്ല. കാരണം നമുക്കിവിടെ അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു ഗവൺമെന്റ് കോളേജിനേക്കാളും ഒരു കത്തോലിക്ക കോളേജിനുള്ള വ്യത്യാസം എന്താണ്? ഗവൺമെന്റ് കോളേജുകളിൽ ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ മാഡം ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് കോളേജുകളിലൊക്കെ ചെന്ന് ഒരു സാധാരണ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാറന്മാരും ടീച്ചർമാരും മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഒരു സ്കൂളിലും കോളേജിലും വന്നാൽ അവിടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. ഒരു കുടുംബാനുഭവം ഉണ്ട്. എങ്ങനെയൊക്കെ ഒരു കുടുംബാനുഭവം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതാണ് സഭയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും. അതുകൊണ്ടാണ് നമ്മൾ വൈദികരും സന്യസ്തരും ഒക്കെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ ജനത്തിന് ഒരു നല്ല അപ്പനായിരുന്നാൽ മതി, അമ്മയായിരുന്നാൽ മതി എന്ന് പറയുന്നത്. ഇന്നലെയും മാർപ്പാപ്പ റോമിലെ വൈദികരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കരുണയുള്ള അപ്പന്മാരാകുക വൈദികര്, അവര് കാർക്കശ്യമുള്ള വിധികർത്താക്കളാകരുത് എന്ന് പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. കാരണം ഇത് മാത്രമാണ് ഈ സഭയെ മുന്നോട്ട് നയിക്കുക. ഒരു കുടുംബാനുഭവം, അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു അനുഭവം. ഇത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വൈദികരെയും സന്യസ്തരെയും ഒക്കെ ആക്ഷേപിക്കാനുള്ള ഒരു പ്രവണതയുടെ അടിസ്ഥാനം എന്നുകൂടി ഞാൻ കരുതുകയാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയ ഒരച്ഛന് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം വികാരിയായിട്ട് വരുന്നത്. അദ്ദേഹം എവിടെ നിന്നോ വരുന്നു, എവിടേക്കോ പോകുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് 2-3 വർഷം ഒരു ജനത്തെ കിട്ടുകയാണ്. ആ ജനത്തെ സ്വന്തം എന്നതുപോലെ കരുതി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. 2-3 വർഷം കഴിയുമ്പോൾ അദ്ദേഹം ബാഗൊക്കെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അവിടെയും ചെന്ന് അപ്പനാകാനായിട്ടാണ്. ഇത് തന്നെയാണ് സിസ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും എവിടെ നിന്നോ വരുന്നു, എവിടേക്കോ പോകുന്നു, അതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ജനത്തെ എല്ലാം സ്വന്തം എന്നതുപോലെ കരുതുന്നു. ഇത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണണമെന്നില്ല. എല്ലാവരും നോക്കുമ്പോൾ, പുറമേ നിന്ന് നോക്കുമ്പോൾ അധീശനും അടിമയും തമ്മിലുള്ള ബന്ധവും വലിയ ഭരണകർത്താക്കളും ഭരണവിധേയരും തമ്മിലുള്ള ബന്ധവും ഒക്കെയാണ് സഭയിലുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി ഇതൊരു അപ്പനും മക്കളും തമ്മിലുള്ള, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണെന്ന് മനസ്സിലാകണമെന്നില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ നമ്മുടെ പള്ളി കൂദാശകളുടെയൊക്കെ സമയത്ത് ഓരോ പള്ളിയൊക്കെ പണിത് കഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ നേതൃത്വത്തിൽ ഒത്തിരി പണമെല്ലാം ഉണ്ടാക്കി പള്ളിയെല്ലാം പണിയുന്നു. 3-4 വർഷവും ചിലപ്പോൾ 5-6 വർഷവും ഒക്കെ എടുക്കും. ഈ മനുഷ്യന്റെ ജീവിതം മുഴുവൻ അതിനായിട്ട് സമർപ്പിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പള്ളി കൂദാശ കഴിയുമ്പോൾ അച്ഛൻ മിക്കവാറും അരമനയിൽ ചെല്ലും. എന്തിനാ? പിതാവേ, ഒരു മാറ്റം വേണം കേട്ടോ. അല്ല, അച്ഛൻ അവിടെ കുറച്ചാളും കൂടി ഇരുന്നിട്ട് പോരാ, ഉടനെ തന്നെ മാറിയേക്കാം. പെട്ടെന്ന് തന്നെ അച്ഛൻ അവിടുന്ന് സ്ഥലം മാറി പോവുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന പുറമേയുള്ള ഒരാള് അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നും കിട്ടാതെ മനുഷ്യരിങ്ങനെ ജീവിക്കൂ. എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് നേടാൻ ആഗ്രഹിക്കാതെ വ്യക്തികൾ ഇങ്ങനെ ജീവിക്കുമോ? ഒരുപക്ഷെ ആ സംശയങ്ങളാണ് നമ്മുടെ മേൽ പലപ്പോഴും ആരോപിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഇടയിലെ ബന്ധങ്ങളും സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഒരുപക്ഷെ പുറമേ നിൽക്കുന്ന ഒരു സമൂഹത്തിന് എളുപ്പത്തിൽ മനസ്സിലാകണമെന്നില്ല.
അത്രമാത്രം ഒരു കുടുംബ അരൂപിയും കുടുംബ മനസ്സുമാണ് സഭയെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സഭയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സഭയെ ഒരു വലിയ സംഘടനയായിട്ട് കരുതുന്നു. മെത്രാന്മാരെ എല്ലാം വലിയ ഭരണകർത്താക്കളായിട്ട് കരുതുന്നു. അച്ഛന്മാരെയും മെത്രാന്മാരെയും എല്ലാം അധികാരികളുടെ സ്ഥാനത്ത്, പിന്നെ സാധാരണ ജനമെല്ലാം അടിമകളുടെ സ്ഥാനത്ത്. നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നുമല്ല നമ്മുടെ ഒന്നും ഇടവകളിൽ, അതൊന്നും കൊണ്ട് നടക്കത്തുമില്ല. എല്ലാ അച്ഛന്മാർക്കും അറിയാം പള്ളിയിൽ വരാത്ത കുറെ എണ്ണം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന്. എല്ലാ ഞായറാഴ്ചയും പള്ളി വരാത്ത കുറെ പേര് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് എല്ലാ വികാരിച്ചന്മാർക്കും അറിയാം. എന്നാലും വികാരിച്ചൻ അവരെ തപ്പി പോകാറൊന്നുമില്ല. കാരണം അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. നമ്മൾ പള്ളിയിൽ വരുന്നത് സ്നേഹത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നാണ്, അല്ലാതെ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല. ഇതൊന്നും പുറമേ നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സഭയെ ശരിയായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, പുതിയ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മീഡിയ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സാമ്പത്തിക മാഫിയയാണെന്നാണ്. ഈ അടുത്ത നാളിലും കേട്ടു, ഏതോ കേസൊതുക്കാൻ നമ്മൾ 500 കോടി രൂപ ചെലവഴിച്ചു. 500 കോടി എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അത് ഏത് കാലത്ത് ഈ സഭയ്ക്കുണ്ടാവും? ഒരുപക്ഷെ നമുക്ക് ഈ സഭയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കോളേജുകളും സ്കൂളുകളും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള പള്ളികളും എല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പൊതുസമൂഹത്തിന് വേണ്ടി നമ്മൾ നിർമ്മിച്ചിട്ടിരിക്കുന്ന സ്ഥാപനങ്ങളും സേവന കേന്ദ്രങ്ങളുമാണ് എന്നുള്ളത് അഭിമാനപൂർവ്വം ആരോടും പറയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതാരും ഔദാര്യപൂർവ്വം നമുക്ക് തന്നതൊന്നുമല്ല. നമ്മുടെ അധ്വാനത്തിന്റെ ഒരു ഫലം നമ്മൾ കൊടുത്ത് നമ്മൾ സഭയെ വളർത്തിയതാണ്. ഇനി എന്താണ് സഭ ഈ പണം കൊണ്ട് ചെയ്യുന്നത്? നമ്മൾ പൊതുസ്ഥാപനങ്ങൾ പണിയുകയാണ്. നമ്മൾ പണിത ഒരു സ്ഥാപനവും നമുക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി അറിയുമ്പോഴാണ് ഈ ക്രൈസ്തവ സന്ദേശം, ലോകത്തെ മുഴുവൻ പരിവർത്തനപ്പെടുത്തിയ ഈ ക്രൈസ്തവ സന്ദേശത്തിന്റെ മനോഹാരിത നമ്മൾ തിരിച്ചറിയുന്നു. നമ്മുടെ പള്ളികൾ പോലും തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പൊ പിന്നെ കള്ളന്മാരെയൊക്കെ പേടിച്ച് പള്ളി പൂട്ടിയിടാൻ തുടങ്ങിയെന്ന് തോന്നുന്നു വിചാരിച്ചമാര്. പക്ഷെ പള്ളിയും ഏതെങ്കിലും ഒരു വാതിലെങ്കിലും തുറന്നിടണം എന്നുള്ളതാണ് പണ്ട് മുതലേ ഉള്ള ഒരു തത്വം. കാരണം ആരെങ്കിലും അവിടെ അഭയം തേടി വന്നാൽ അവന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടരുത്. ദേവാലയങ്ങൾ, നമ്മുടെ ദേവാലയങ്ങൾ നാനാജാതി മതസ്ഥർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, ജാതി തിരിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്ന ഈ സംസ്ഥാനത്ത് എല്ലാ ജാതിയിലും അതുപോലെ എല്ലാ മതങ്ങളിലും പെട്ടവർക്ക് ഒരു ബെഞ്ചേലിരുന്ന് പഠിക്കാൻ അവസരം കൊടുത്തത് ക്രൈസ്തവ സഭകളുടെ സ്കൂളുകളാണ്, വിദ്യാലയങ്ങളാണ് എന്നുള്ളതൊക്കെ അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കണം. അടുത്ത തലമുറയോട് അത് പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മുടെ അധ്വാന ഫലം കൊണ്ട് മാത്രം വളരുന്ന ഒരു കുടുംബമാണിത്. അതാണ് നമ്മളിങ്ങനെ ഒത്തിരി പണം ഉള്ള ആൾക്കാരാണ്. ഒരുപക്ഷെ നമ്മുടെ പള്ളികളും നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ കാണുമ്പോൾ കുറെ പേർക്കൊക്കെ അസൂയ തോന്നുന്നുണ്ടാവാം നമ്മളോട്. നമ്മൾ ഓർക്കണം, നമ്മൾ ഇതൊന്നും മനസ്സിൽ ആഗ്രഹിച്ച് ഇത്രയും വലിയ കെട്ടിടം പണിയണമെന്നൊന്നും ഓർത്തോണ്ട് തുടങ്ങിയതൊന്നുമല്ല. ഓരോ ആവശ്യത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ പണിത് കൂട്ടുന്നതാ. ഞങ്ങള് ചങ്ങനാശ്ശേരി SB കോളേജ് ഇപ്പോൾ ശതാബ്ദി ആഘോഷിക്കുകയാണ്. 100 വർഷമായി. 100 വർഷങ്ങൾക്ക് മുമ്പ് അത് തുടങ്ങുന്നത് പാറപ്പള്ളിയോടനുബന്ധിച്ചുള്ള ഒരു കെട്ടിടത്തിലാണ്. അവിടുന്ന് തുടങ്ങി ഒരു ചെറിയ കെട്ടിടത്തിൽ ആരംഭിച്ച് പതുക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഇന്ന് നോക്കുമ്പോൾ അതൊരു വലിയ സാമ്രാജ്യമാണ്. 19 ഏക്കറിന്റെ നടുക്ക് അതിനകത്ത് ഇങ്ങനെ ഒത്തിരി കെട്ടിടങ്ങൾ. ഒരു വലിയ പൈസക്കാരായിരിക്കും സഭ, ഒത്തിരി പണം ഉണ്ടായിരിക്കും എന്ന് പറയും. നമ്മള് തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ സഭയൊരിക്കലും അങ്ങനെ സമ്പത്ത് കൂട്ടിവെക്കുന്ന ഒരു സ്ഥാപനമല്ല, മറിച്ച് പൊതുസമൂഹത്തിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനെക്കുറിച്ച് അഭിമാനപൂർവ്വം ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു വലിയ തെറ്റുദ്ധാരണ ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് സഭ ഒരു സാമൂഹിക സംവിധാനം മാത്രമാണ്. അത് കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനം.
ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ മാനുഷികമായ തീരുമാനങ്ങൾ മാത്രമാണ്. അച്ഛൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ജോലി ചെയ്യുന്നു, അതുപോലെ കുറച്ച് കർമ്മങ്ങൾ അവിടെ മരിച്ചടക്കും, അതുപോലെ മാമോദീസ, ഇങ്ങനെ തുടങ്ങി കുറച്ച് കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. അതിന്റെ അപ്പുറത്ത് ദൈവിക വശമൊന്നും ഈ സഭയ്ക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഇന്നേറെ പരക്കുന്നുണ്ട്. അതും അപകടകരമാണ്. ദൈവിക സംവിധാനമായ സഭയെ കേവലം മാനുഷിക സംവിധാനമായി തരം താഴ്ത്താനുള്ള ഒരു വല്ലാത്ത പ്രലോഭനവും നമ്മുടെ സമൂഹത്തിനുണ്ട്. കാരണം മനസ്സിലാക്കാനായിട്ട് എളുപ്പം അതാണ്. യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് കുറെ മനുഷ്യർ കൂടി നടത്തുന്ന ഒരു പ്രസ്ഥാനം. പക്ഷെ നമുക്കറിയാം, നമ്മുടെ സഭ ദൈവികമായ ഒരു സംവിധാനമാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവേഷ്ടത്തിന്റെ വിവേചിക്കലാണ്. വി നെവർ ടേക്ക് ഡിസിഷൻസ് ഇൻ ദ ചർച്ച് എന്ന് പറയാറുണ്ട്. നമ്മൾ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി ഡിസേൺ ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഇഷ്ടം ഡിസേൺ ചെയ്യുകയാണ്, വിവേചിച്ചറിയുകയാണ്. അതാണ് നമ്മുടെ ഓരോ തീരുമാനങ്ങളും. വികാരിയച്ഛനും പള്ളി യോഗക്കാരും കൂടി ചെയ്യുന്നത് ഈ ദൈവേഷ്ടത്തിന്റെ വിവേചനമാവണം, വിവേചിച്ചറിയലാണ്. അങ്ങനെ വിവേചിച്ചറിഞ്ഞ് അത് ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് സഭയിലെ തീരുമാനമെടുക്കൽ. അല്ലാതെ കുറെ മനുഷ്യരെ കൂടി അവരുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനമല്ല. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്നുള്ളത് പ്രാർത്ഥനാപൂർവം അറിഞ്ഞ് അത് സമൂഹത്തിന് കൊടുക്കുന്നതാണ്. നമ്മൾ ആ ഒരു വശം മറന്നു കളഞ്ഞാൽ പിന്നീട് കുറച്ചുപേര് കൂട്ടം കൂടിയിരുന്നെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ്. ഇത് കേവലം ഒരു സാമൂഹിക സംവിധാനമാണ്. ഈ അടുത്ത നാളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ സിനഡിന്റെ തീരുമാനങ്ങൾ, സഭാ സിനഡിന്റെ തീരുമാനങ്ങൾ. അവിടെ ഭൂരിപക്ഷം, ന്യൂനപക്ഷം, അവിടെ കുറെ പേര് വോട്ട് ചെയ്തു, കുറെ പേര് എതിരായിട്ട് വോട്ട് ചെയ്തു, കുറെ പേരെ കേട്ടു, കുറെ പേരെ കേട്ടില്ല. പക്ഷേ ഒരു തീരുമാനം സിനഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനമുണ്ടെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ സഭയ്ക്ക് നിലനിൽപ്പുണ്ടാവുന്നത്. ഇത് കേവലം കുറെ മനുഷ്യരുടെ കൂട്ടായ്മയായിട്ട് കണ്ട് അതിന് മാനുഷികമായ ഒരു തീരുമാനത്തിന്റെ വില മാത്രം കൊടുത്ത് അതിനെ നമ്മൾ വെല്ലുവിളിക്കുകയും അതിനെ ഇകഴ്ത്തി കാണുകയും ചെയ്യുമ്പോൾ സഭയുടെ അടിസ്ഥാനങ്ങളെ തന്നെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സഭ ഒരിക്കലും കേവലം സാമൂഹികമായ ഒരു സംവിധാനമല്ല, ദൈവികമായ ഒരു സംവിധാനമാണ്. നമ്മുടെ സമൂഹം ഭൗതിക ചിന്തയിൽ വളരും തോറും ഒരുപക്ഷെ ഇപ്രകാരമുള്ള അടിസ്ഥാന ചിന്തകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മൾ മാനുഷികമായ രീതിയിൽ മാത്രം എല്ലാത്തിനെയും കാണുവാനും അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ ഇടപെടലുകളെ കണ്ടില്ലെന്ന് നടിക്കുവാനും ഒക്കെയുള്ള ഒരു അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ വളർന്നു വരുന്ന ഒരു അപജയ ചിന്താഗതി എന്ന് പറയുന്നത് മെത്രാന്മാരും വൈദികരുമെല്ലാം ഒരു സംഘം, അൽമായരെല്ലാം വേറൊരു സംഘം, അൽമായ പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്നിടത്ത് അൽമായരും വൈദികരും എല്ലാം ഏതാണ്ട് പരസ്പര എതിർ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടു ഗണം ആൾക്കാർ എന്നുള്ളൊരു രീതിയിലൊക്കെയാണ്. അവിടെയും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, സഭയുടെ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ ഈ വൈദികരും മെത്രാന്മാരും എല്ലാം അൽമായര് തന്നെയായിരുന്നു. അവരാരും ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെട്ടത് കൊണ്ട് പുരോഹിതരായവരല്ല. വംശീയമായ ഒരു പൗരോഹിത്യമല്ല നമുക്കുള്ളത്. അവരെ ചിലരെ ദൈവം വിളിച്ചു, ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു, വേർതിരിച്ചു. അതുകൊണ്ട് മാത്രം വൈദികരും മെത്രാന്മാരും ഒക്കെ ആയവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ സഭയെ വളർത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വളരെ എളുപ്പമാണ്, മെത്രാൻ എന്ത് ചെയ്തു, അച്ഛന്മാരെന്ത് ചെയ്തു, സഭയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മെത്രാന്മാരെയും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയൊക്കെയാണ്. നമ്മുടെ അടിസ്ഥാനപരമായ ദൗത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് സുവിശേഷ പ്രഘോഷണമായിരിക്കാം, കാരുണ്യ പ്രവർത്തനങ്ങളായിരിക്കാം. അവിടെ എന്തുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മുടെ അൽമായ സമൂഹം മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ വന്നിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഈ സഭയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എല്ലാവരും കൂടിയാണ് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന കുറെ മനുഷ്യരല്ല, അധികാരികളും അടിമകളുമല്ല എന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യവും നമുക്കുണ്ടാവേണ്ടതാണ്. നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ സഭയെ ശക്തിപ്പെടുത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഭാവിജ്ഞാനീയപരമായ അപജയങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. സഭ എന്താണ് എന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും ദുർബലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
അതുകൊണ്ട് സഭയെ മനസ്സിലാക്കുക. നമുക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവുമില്ല. എന്തേലും കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്നേഹത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് കുറവൊന്നുമില്ല. ഇപ്പൊ സിനഡാലിറ്റിയെ കുറിച്ച് പറയുന്നു. ഏറ്റവും കൂടുതൽ പരസ്പര ശ്രവണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സഭ തന്നെയാണ് നമ്മൾ. നമുക്ക് കൃത്യമായ പ്രതിനിധി യോഗമുണ്ട്, പള്ളി യോഗമുണ്ട്. ഒരച്ഛനും അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒക്കെയുണ്ട് നമ്മുടെ ഘടനയിൽ തന്നെ. അത് നൂറ്റാണ്ടുകളായിട്ട് നമുക്കുള്ളതാണ്. അപ്പൊ അത്രമാത്രം സിനഡാലിറ്റിയിൽ ജീവിക്കുന്ന ഈ സഭയ്ക്ക് എന്താണ് കൂടുതലായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സഭ എന്നുള്ള രീതിയിലുള്ള ഒരു കെട്ടുറപ്പും സഭയെക്കുറിച്ചുള്ള ഒരു അഭിമാന ബോധവും ഒക്കെയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സഭ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അവർക്കിങ്ങനെ പള്ളി പോകണം, ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകണം, ഏറ്റവും മിനിമം കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ ഈ സഭ ഈശോ മിശിഹായുടെ മൗതിക ശരീരമാണെന്നും ഞങ്ങൾ ഓരോരുത്തരും കൗതാശികമായി കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങൾക്കൊരു ദൗത്യമുണ്ടെന്നും ഒന്നുമുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ മാർത്തോമാ നസ്രാണികളുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. നമുക്ക് ഇത്രയും ശാസ്ത്രീയമായി വേദപാഠമൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? ഒരുപക്ഷെ ഒരു 70 വർഷം 80 വർഷമൊക്കെ ആയി കാണും. 80 വർഷം പോലും ആയോ എന്ന് എനിക്ക് സംശയം. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങള് സന്ദേശ നിലയം ആരംഭിക്കുന്ന 1970കളിലാണ്. അത് നോക്കുവേണ്ട കഷ്ടിച്ച് 50 അല്ലെങ്കിൽ 60 വർഷം അധ്യയന മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുമ്പോട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലും കൃത്യമായി ഞായറാഴ്ചകളിൽ സൺഡേ സ്കൂൾ പരിശീലനമൊക്കെ ആരംഭിച്ചിട്ട് ഒരു 50 വർഷത്തെ ചരിത്രമൊക്കെ പറയാനുള്ളൂ. നമുക്ക് ഇത്രയും വൈദികരുണ്ടായിട്ട് എത്ര നാളായി? നമുക്ക് ഇത്രയും പള്ളികൾ മുക്കിന് പള്ളി ഉണ്ടായിട്ട് എത്ര നാളായി? ഒരു കഴിഞ്ഞ 50 വർഷമാണ് സഭയ്ക്ക് ഈ വളർച്ചയെല്ലാം ഉണ്ടായത്. ഇത്രയും സ്കൂളുകള്, കോളേജുകള്, സംവിധാനങ്ങള് ഇതൊക്കെ ഉണ്ടായിട്ട് 1 നൂറ്റാണ്ട് തികച്ചായിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ട് നമ്മൾ വിലയിരുത്തണം. അവിടെയാണ് നമ്മുടെ കാർന്നോന്മാരുടെ വിശ്വാസത്തിന്റെ ദാർഢ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത്രയും വൈദികരും, ഇത്രയും സന്യസ്തരും, ഇത്രയും സ്ഥാപനങ്ങളും, ഇത്രയും പള്ളികളും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാനുള്ള സൗകര്യം ഒന്നുമില്ലാഞ്ഞ ഈ ജനം 19 നൂറ്റാണ്ട് നമ്മുടെ വിശ്വാസം വലിയ ധീരതയോടുകൂടി അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തു എന്നുള്ളതിലാണ് നമ്മുടെ കഴിഞ്ഞ തലമുറയുടെ നന്മ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതെങ്ങനെ സാധിച്ചു? വിസ്മയനീയമാണ് അവരുടെ വിശ്വാസ പരിശീലനത്തിന്റെയും വിശ്വാസ കൈമാറ്റത്തിന്റെയും വഴികൾ. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് സാധിച്ചത്. കുടുംബങ്ങളിലെ വിശ്വാസ ചിട്ടകളും നിഷ്ഠകളുമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് എഴുന്നേൽക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാതാപിതാക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് മുമ്പ് കുരിശു വരയ്ക്കണം. മിക്കവാറും ദിവസങ്ങളിൽ നോമ്പൊക്കെ തന്നെയാണ്. ഇറച്ചിയൊക്കെ മേടിക്കുന്നത് എന്ന ഞായറാഴ്ചകളിൽ മാത്രമായിരിക്കും. ആട്ടിറച്ചിയൊക്കെ മേടിക്കണമെങ്കിൽ ക്രിസ്മസ് ഈസ്റ്ററിന് മാത്രമേ ഉള്ളൂ. ഒരു കട്ട്ലറ്റ് കഴിക്കണമെങ്കിൽ അയലോക്കത്തെ പെൺപിള്ളേരുടെ വല്ലതും കല്യാണം നടക്കണം. അതുമൊക്കെ അന്നത്തെ കുഞ്ഞുനാളിലെ പ്രാർത്ഥനയാണ്. കർത്താവേ നിങ്ങളുടെയൊക്കെ കല്യാണം നടക്കണമേ, നല്ല ഭക്ഷണം കഴിക്കാം. ഇത് എന്ന് പറയാൻ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു സന്യാസ ചൈതന്യം ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മച്ചിമാരുടെ ഡ്രസ്സ് ചട്ടയും മുണ്ടും പോലെ ഇത്രയും മനോഹരമായ ഒരു സന്യാസ വസ്ത്രം പിന്നെ ആരെങ്കിലും രൂപകൽപ്പന ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തദ്ദേശീയമായ ഒരു സന്യാസ വസ്ത്രമായിരുന്നു അവരുടേത്. ആ വെള്ള ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് അവര് മുടിയൊക്കെ മറച്ച് അവര് ദേവാലയത്തിൽ വരുമായിരുന്നു. നമ്മുടെ കാർന്നവന്മാര് വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പള്ളിയിലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഒരു സന്യാസാരൂപി കുടുംബങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അതായിരുന്നു വിശ്വാസത്തെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഈ വിശ്വാസത്തിന്റെ കൈമാറ്റം, വെള്ളിയാഴ്ചകളിലെ മാംസവർജനമാവാം. മാർത്തോമാ നസ്രാണികളെ കുറിച്ച് പറയുന്നത് ഒരു വർഷത്തിലെ ഏതാണ്ട് 3-2 ദിവസങ്ങളിലും അവര് നോമ്പാചരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാകുമോ? കാരണം അത്രമാത്രം വിശ്വാസത്തിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും ഒരു അരൂപിയിൽ ജീവിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഇപ്രകാരമുള്ള ആത്മീയ നിഷ്ഠകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും വിശ്വാസ പരിശീലനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും നമുക്ക് പുതിയ വഴികളെക്കാളും നല്ലത് പഴയ വഴികളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആത്മനിയന്ത്രണം പഠിപ്പിക്കുന്ന നോമ്പാചരണവും അതുപോലെ നിരന്തരമായിട്ടുള്ള ദൈവ സാന്നിധ്യ ചിന്തകളുമെല്ലാം വളർത്തിയെടുക്കുക. ഞാൻ പള്ളികളിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ട്, മക്കളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശു വരച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പ്രത്യേകതയുണ്ട്, അവർ സത്യമേ പറയൂ.
വളരെ ചുരുക്കം പേരെ കൈവക്കാറുള്ളൂ. അവർ കള്ളത്തരം പറയല, അവർ വളരെ ചുരുക്കം പേരെ കൈവക്കുള്ളൂ. കാരണം അവർക്ക് അങ്ങനെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. രാവിലെ പായെന്ന് എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നവൻ, രാത്രിയിൽ കിടക്കാൻ നേരം പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നവൻ, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. പക്ഷെ ഇതിലൂടെ കൈമാറി കിട്ടിയ ഒരു വലിയ നിഷ്ഠ. 50 നോമ്പ് നോക്കുമ്പോൾ ഇറച്ചിയും മീനും മുട്ടയും ഒന്നും വീട്ടിൽ വാങ്ങുകയില്ല. വലിയ കടുത്ത നോമ്പാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിക്കും, അമ്മ എന്തുകൊണ്ടാ ഇത് മേടിക്കാത്തെ? ഉടനെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നമ്മൾ ഈസ്റ്ററിന് ഒരുങ്ങുകയാണ്, ഈശോയുടെ പീഡാനുഭവങ്ങൾ അനുസ്മരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പീഡ സഹിച്ച് മരിച്ചു. ആ പീഡാസഹനങ്ങളോട് ചേർന്ന് നമുക്ക് ഇഷ്ടമുള്ള കൊച്ചു ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. കുഞ്ഞിന് വളരെ പെട്ടെന്ന് ഒരു വലിയ വിശ്വാസ രഹസ്യം മനസ്സിലാവുകയാണ്. കർത്താവ് പാടുപീഡ സഹിച്ച് നമ്മൾ രക്ഷിച്ചു.